What's up guys, it's me Rohit Donal and welcome back to another vlog guys. ഇന്ന് നമ്മുടെ Swift ZXi Plus variant ആണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഇത് റീസെൻ്റ്ലി ലോഞ്ച് പുതിയ സ്വിഫ്റ്റ് ആണ്. ആൻഡ് സോ ഈ വീഡിയോയിൽ നമ്മൾ ഈ പുതിയ സ്വിഫ്റ്റിൽ നമ്മുടെ പഴയ സ്വിഫ്റ്റിനെക്കാട്ടി എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എല്ലാം നമ്മൾ ജസ്റ്റ് കവർ ചെയ്യും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഞാൻ ഷോറൂമിൽ നിന്ന് നമുക്ക് 2 ബ്രോഡർ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് വിളിച്ച് എൻക്വയറി ചെയ്യാം. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കയറാം. സോ ഗൈസ്, നമ്മുടെ ഈ സ്വിഫ്റ്റിൻ്റെ മെയിൻ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്രണ്ടിൽ ഹണിക്കോം ഗ്രില്ല് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്കിപ്പോൾ ഒരു ക്രോം ലൈൻ കിട്ടുന്നുണ്ട്. കുറച്ച് ദൂരം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വണ്ടി കുറേ കൂടി ഒരു മസ്കുലാരിറ്റി ഫീലിംഗ് നമുക്കിപ്പോൾ ഉണ്ട്. അതിൻ്റെ മെയിൻ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മെയിനിൽ റാപ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു പഴയ സ്വിഫ്റ്റിലൊക്കെ കുറച്ചും കൂടെ സ്പോർട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ഇപ്പം നമുക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഡ്യുവൽ ടോൺ വേരിയൻ്റ് ആണ് ഈ സ്വിഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ബോഡി റെഡ് കളറും റൂഫ് ബ്ലാക്ക് കളറും. ആൻഡ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബ്ലൂ കളർ ബോഡിയും അതുപോലെ തന്നെ റൂഫ് വൈറ്റ് കളർ, അതായത് നമ്മുടെ ഒരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ഡിസൈൻ ഉള്ളൊരു കളർ വേരിയൻ്റ് ഉണ്ട്. ബ്ലൂ കളർ ബോഡിയും മേളിൽ റൂഫ് വൈറ്റ് കളറും. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ബോഡിയും അതുപോലെ തന്നെ റൂഫ് ബ്ലാക്ക് വരുന്നൊരു വേരിയൻ്റ് ഉണ്ട്. മൊത്തത്തിൽ 3 കളറാണ് നമുക്ക് ഡ്യുവൽ ടോൺ വരുന്ന. റെഡ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം പ്രൊജക്ടറും ഡേ ടൈം റണ്ണിങ് LEDസും ഫോഗ് ലാമ്പ് എല്ലാം ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചേഞ്ചസ് ഇല്ല. 15 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഈ പുതിയ സ്വിഫ്റ്റിലും വരുന്നത്. ഇതിൻ്റെ മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹണികോം ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്പീഡോമീറ്റർ, അതായത് നമ്മുടെ ക്ലസ്റ്റർ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നത്. സീറ്റിംഗ് കംഫർട്ടും കുറേ കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പഴയ വേരിയൻറ്റിനെക്കാട്ടി കുറച്ചും കൂടി സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വ്യത്യാസമുണ്ട് സീറ്റിംഗ് കംഫർട്ടിൽ. പിന്നെ മെയിൻ നമ്മുടെ ക്ലസ്റ്റർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ
ഓക്കെ ഗൈസ്, സോ നമ്മുടെ ഈ മെയിൻ ക്ലാസ്സസിലോട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ MID കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഈ ഒരു MID കളർ ഡിസ്പ്ലേ സംഭവം നമ്മൾ കാണുമ്പോൾ ഒരു ഇത്രയുള്ള സൈസിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാം. ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടോർക്ക്, അതുപോലെ തന്നെ പവർ, പിന്നെ നമ്മുടെ സീറ്റിംഗ്, നമ്മളിപ്പം കറക്റ്റായിട്ട് ഈ വണ്ടിയിൽ സീറ്റിംഗ് പൊസിഷൻ, അതായത് ഇപ്പം വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആവത്തില്ലേ, അത് ഇതിനകത്ത് കറക്റ്റ് കാണിക്കും. അങ്ങനെ പിന്നെ ക്ലോക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ ഈ MID ഡിസ്പ്ലേക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം നമ്മുടെ ഡോർ ഓപ്പൺ ആണ്. സോ ആ ഡോർ ഓപ്പൺ ആയിട്ട് സിമ്പിൾ ഇവിടെ കാണാം. സോ ഗൈസ്, പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ക്രൂസ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ക്രൂസ് കൺട്രോൾസ് നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ZXi പ്ലസ്സിൽ മാത്രമേ ഈ ഒരു ക്രൂസ് കൺട്രോൾസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ പുതിയ സ്വിഫ്റ്റിൽ നമുക്ക് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സ്ലൈഡ് കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. ഈ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പം സിഗ്നലിൽ കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബ്രേക്കിൽ കാല് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫാവും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. പക്ഷേ ഇത് നമുക്ക് സ്വിച്ച് ചെയ്യും. അതായത് നമുക്ക് ഓണും ചെയ്യാം, അതായത് ഓഫും ചെയ്യാം. പിന്നെ സ്ലൈഡ് കൺട്രോൾ വിത്ത് ഹിൽ ഹോൾസ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഹില്ലിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് അല്ലെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പിൽ നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലോട്ട് ഉരുണ്ട് പോകുന്നത് തന്നെ വണ്ടി പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്ക് വണ്ടി അധികം പെട്ടെന്നുള്ള സ്ലിപ്പറി ഫീലിംഗ് നമുക്ക് വണ്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഈ സ്ലൈഡ് കൺട്രോൾ വെച്ചിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ MID കളർ ഡിസ്പ്ലേ. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവറേജ് ഫ്യൂൽ എക്കോണമിയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ന്യൂട്രലാണ്, അങ്ങനെയുള്ള കുറച്ച് സ്റ്റാറ്റസുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, ഫ്യൂവലിൻ്റെ ഓവർ റേഞ്ച് അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ട് സൈഡിലും കാണാമല്ലോ നമ്മുടെ ബേസിക് പണ്ടുണ്ടായിരുന്ന കണക്കത്തെ നമ്മുടെ അതേ സെയിം ക്ലസ്റ്റർ. ബട്ട് എന്താ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേറെ കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ വരും. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡ്രൈവിംഗ് ടൈമാണ്. സോ നമ്മൾ എത്ര നേരം ഡ്രൈവ് ചെയ്യുന്നു അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാം. പിന്നെ സെക്കൻഡ് പോയി കഴിഞ്ഞാൽ വണ്ടി ഐഡിയൽ സ്റ്റോപ്പ് ടൈം. നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ ഒരു ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. അത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ബ്രേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതുപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഓൺ ആവും. അങ്ങനെ നമ്മൾ ആ ഒരു ഫീച്ചർ ഇട്ടുകൊണ്ട് എത്രത്തോളം നമ്മൾ ഫ്യൂവൽ സേവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ടൈം നമ്മളങ്ങനെ ആ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡേറ്റയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അടുത്ത ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലോക്ക്. സോ നമുക്ക് ബേസിക്കാണ് നമ്മുടെ ക്ലോക്കാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമ്മളൊരു നാടത്തില്ല. അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് അടിക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു സിമ്പിളുണ്ട്, അത് ഫ്രണ്ടിലോട്ട് നീങ്ങും. അതുപോലെ തന്നെ വണ്ടി ടോർക്ക്, അതായത് പവർ എടുത്തെടുക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് ഒരു ബാക്കിലോട്ടിൽ തെറിച്ച് പോകുന്ന നമുക്ക് ഫീലിംഗ് വരുമ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു സിമ്പിൾ ബാക്കിലോട്ടും വരും. ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും. പിന്നെ അടുത്ത ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ടോർക്കും പവറും. സോ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വണ്ടി എത്രത്തോളം ടോർക്കും പവർ യൂസ് ചെയ്യുന്നുണ്ട്. കേട്ടോ, മെയിൻ ഒരു കാര്യം എനിക്കിപ്പോൾ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വേരിയൻറ്റിൽ കുറേ കൂടി നമ്മുടെ എൻജിൻ ഭയങ്കരമായിട്ട് റിഫൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ ഡ്യുവൽ ജെറ്റ് എൻജിനാണ് നമുക്കിപ്പം ഇതിനകത്ത് വരുന്നത്. പിന്നെ ബാക്കിയൊക്കെ നോക്കുവാണെങ്കിൽ ഗൈസ് ഓവറോൾ ഈ ഒരു വണ്ടിയുടെ നമുക്ക് പറയത്തില്ല, വണ്ടി പണ്ടത്തിനെക്കാട്ടി കുറേ കൂടി നമുക്ക് റിഫൈൻഡ് ആണ്. വൈബ്രേഷൻസ് കുറേ കൂടി ക്യാൻസൽ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിലൊക്കെ ഈ ഒരു ക്രോം ഫിനിഷൊക്കെ നമുക്ക് അടിപൊളിയായിട്ടൊരു ഫീലിംഗ്. ഓൾമോസ്റ്റ് നമുക്കിപ്പം ഒരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ആണ് നമുക്കിപ്പോൾ ഇതിനകത്ത് മെയിൻ. ഞങ്ങൾ ഇതിൻ്റെ ബ്ലൂ കളർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ഡിസൈനാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് തന്നെ ബേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാവരും മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ റൂഫിൻ്റെ കളർ മാറ്റുന്നത്. ബട്ട് ഇതിപ്പോൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥിതിക്ക് ഓവറോൾ നമ്മുടെ വണ്ടി കുറേ കൂടി ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ ഉണ്ട്. നമ്മുടെ നോർമൽ കൺട്രോൾസ്, അതായത് 4 വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള അപ്പ് ഡൗൺ ബട്ടൺസ്, നമ്മുടെ 2 സൈഡ് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ ഉണ്ട്. പിന്നെ സെൻട്രൽ ലോക്കിംഗ് ആണ്. ബാക്കിയെല്ലാം ബേസിക്കാണ്. ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഈ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് മാത്രമേ നമുക്ക് ഹിൽ കൺട്രോൾ കിട്ടത്തുള്ളൂ. അതായത് നിങ്ങളൊരു സ്റ്റീപ്പ് സ്ലോപ്പിൽ വെച്ചേക്കുവാണെങ്കിൽ വണ്ടി ബാക്കിലോട്ട് പോകുന്നത് തന്നെത്താൻ പ്രിവെൻറ്റ് ചെയ്യും. അത് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ. ഇത് 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. മാനുവൽ ഗിയറും 5 സ്പീഡ് തന്നെ. പിന്നെ വേറെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് പണ്ടൊക്കെ നമ്മളിപ്പം ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്താൽ പയ്യായിരുന്നു വരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് കുറേ കൂടി
ഇതായിട്ട് വരും. പിന്നെ ഓവറോൾ നമ്മുടെ സീറ്റിംഗ് പൊസിഷനും അതിൽ കംഫർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. നമുക്ക് കാണാം നമ്മുടെ സെയിം 7-inch സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഒരു ഡ്രൈവർ സൈഡ് വ്യൂ എന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഈ ഒരു ഹൈറ്റിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ട് കാണാം. അത്ര വലിയ നമ്മുടെ ബോണറ്റ് അത്ര വലിയ നീളം ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഈ വണ്ടി എങ്ങനെ ഇപ്പം നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ പോലും ഇപ്പോൾ വണ്ടി ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ പോലും ഇത് എനിക്കൊന്ന് കുറേ കൂടി ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ സ്റ്റിയറിംഗ് ഭയങ്കര നല്ല സോഫ്റ്റാണ്. പിന്നെ വണ്ടി ഇപ്പം ഓട്ടിക്കാൻ ഭയങ്കര രസമാണ് ഗൈസ്. പഴയതിനെ കാട്ടി കുറേ കൂടി റിഫൈൻഡ് ആയതിൻ്റെ പേര് നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ ഓട്ടിക്കാൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് റിയർ പാസഞ്ചർ സീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബാക്ക് സീറ്റ് നല്ല കംഫർട്ട് തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് നീ സ്പേസ് ഉണ്ട്. അതായത് നമ്മുടെ കാല് അത്യാവശ്യം നിങ്ങൾ ടോളാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ റൂഫിൻ്റെ കാര്യം അങ്ങനെയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തന്നെ ഹൈറ്റൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരുവിധം ഒരു 6 feet ഒക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നും വരാതെ നിങ്ങൾക്ക് ഇരിക്കാം. ബാക്ക് സീറ്റിൻ്റെ കംഫർട്ടബിലിറ്റിയെ കുറിച്ച് നോക്കിയാൽ ബാക്ക് സീറ്റും ഓൾമോസ്റ്റ് നല്ല കംഫർട്ടബിളൊക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓവറോൾ ഈ വണ്ടി അടിപൊളിയാണ് ഗൈസ്, ഇപ്പോൾ ഓട്ടിക്കാനും കാര്യങ്ങൾക്കും എല്ലാം. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കപ്പ് ഹോൾഡർ കിട്ടുന്നുണ്ട്, ഒരു ചെറിയൊരു കപ്പ് ഹോൾഡർ കിട്ടുന്നുണ്ട്. ബാക്കി ഇവിടെ കാര്യങ്ങളെല്ലാം ബേസിക്കാണ്, നമുക്ക് ആംറസ്റ്റ് ഒന്നുമില്ല, ബട്ട് ബാക്കിയെല്ലാം കൺട്രോളാണ്. നിങ്ങൾക്ക് ഇവിടെ റിയർ വിൻഡോസ് ഒബിയസ്ലി ടോപ്പ് ഗെയിനിന് അതിൻ്റെ വരും റിയർ വിൻഡോ, നിങ്ങൾക്ക് അപ്പ് ഡൗൺ ബട്ടൺ ഇവിടെ ഉണ്ട്. ആൻഡ് ബോട്ട് സ്പേസ് കാണിക്കുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ സെയിം പഴയ സ്വിഫ്റ്റിനകത്തുണ്ടായിരുന്ന അതേ ബോട്ട് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല ബോട്ട് സ്പേസ് ഉണ്ട്, കണ്ടോ, അത്യാവശ്യം നല്ല ബോട്ട് സ്പേസ് തന്നെ ഉണ്ട്. ആൻഡ് നമുക്ക് അതിനകത്ത് സ്പെയർ വീൽ ഇതിനകത്ത് വരുന്നുണ്ട്. സോ സ്പെയർ വീലിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയാണ് സ്പേസ് വരുന്നത്. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കാം, കുറച്ചും കൂടെ നീളമുള്ള സംഭവങ്ങൾ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ബാക്കി ബാക്കിൽ നിന്നുള്ള ലുക്കൊക്കെ അടിപൊളിയാണ്. ആൻഡ് ഇത് തുറക്കുന്ന ഒരു ബട്ടൺ കൺട്രോൾ വെച്ചാൽ, അതായത് നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ബോട്ട് തുറക്കുന്നത്. പിന്നെ ബാക്കിൽ നിന്നുള്ള ഓവറോൾ ലുക്ക് കഴിഞ്ഞാൽ ഈ ഡ്യുവൽ ടോൺ അതിൻ്റെ പേര് സ്വിഫ്റ്റ്, നമ്മുടെ ഈ സ്വിഫ്റ്റ് കുറേ കൂടി ഒരു മസ്കുലർ ഫീലിംഗ് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ റൂഫ് ലൈൻ ബ്ലാക്ക് ആക്കുന്നത്. ബട്ട് ഇപ്പോൾ കമ്പനിയായിട്ട് തരുന്നതിൻ്റെ പേര് അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് 15-inch അലോയ് വീൽസാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ കീലെസ് എൻട്രി, അതായത് നമുക്ക് നിങ്ങളുടെ താക്കോൽ നിങ്ങൾ പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഡോർ ഇങ്ങനെ തുറക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മിററിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഓവറോൾ വണ്ടി ഇപ്പോൾ കാണാൻ അടിപൊളിയാണ്. കാരണം നിങ്ങൾക്ക് അറിയാം എല്ലാ ഡ്യുവൽ ടോൺ വരുന്നതിൻ്റെ പേരിൽ. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു ഹണികോം ഡിസൈൻ വന്നതിൻ്റെ പേരിലും വണ്ടി കുറേ കൂടി ഹൈലൈറ്റ് ആവുന്നുണ്ട്, ഈ ഒരു ക്രോം ഡിസൈൻ. പിന്നെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാലും എല്ലാം അങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ എല്ലാം ഈ ഡോർ സൈഡിലെല്ലാം ഒരു ക്രോം ഫിനിഷ് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിലെ സൈഡിലൊക്കെ ഇത്രയാണ് നമുക്ക് സ്പേസ് കിട്ടുന്നത്. അത്യാവശ്യം ഒരു ഡോക്യുമെൻ്റൊക്കെ വെക്കാനുള്ള സ്പേസ്, ചെറിയ ഡോക്യുമെൻറ്റ്സും അതായത് നമ്മുടെ വണ്ടിയുടെ ബുക്കോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെക്കാൻ കൊള്ളാം. പിന്നെ ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നോർമൽ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം സെയിം ആണ്. സോ ഗൈസ് നമ്മുടെ എഞ്ചിൻ ബേ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് 4 സിലിണ്ടർ എഞ്ചിനാണ് നമ്മുടെ ഈ സ്വിഫ്റ്റിൽ ഇപ്പോൾ നമുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയുവാണെങ്കിൽ, നമുക്ക് ഓൾറെഡി നിങ്ങളൊരു സ്വിഫ്റ്റ് യൂസറാണ് അല്ലെങ്കിൽ മാരുതി കാറുകൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ഈ താഴെ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഓപ്പൺ ആയിരുന്നു. നമുക്ക് അതായത് നമ്മുടെ ഇപ്പോൾ റോഡിലാണ് വണ്ടിയിട്ടൊക്കെ റോഡ് കാണാമായിരുന്നു. കാരണം അതിലേക്ക് കൂടി പൂച്ച എലി അങ്ങനെയൊക്കെ കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പക്ഷേ മാരുതി സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം താഴെ ആ ഒരു ഏരിയ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ആ ഒരു ഏരിയ കറക്റ്റായിട്ട് നല്ല രീതിയിൽ അങ്ങ് സീൽ ചെയ്തു, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എഞ്ചിനിലോട്ട് കല്ലും മണ്ണും ചെളിയോ പിന്നെ ഈ പൂച്ചയോ അങ്ങനെ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ നിങ്ങൾക്ക് വീട്ടിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഏരിയ കണ്ട താഴെ ആ ഒരു ഏരിയ ഫുള്ളും ക്ലോസ് ചെയ്തു. മുമ്പ് ഇവിടെ എല്ലാം ഓപ്പൺ ആയിരുന്നു. നിങ്ങൾ പഴയൊരു സ്വിഫ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ എല്ലാം ഒരു ഓപ്പൺ ഏരിയ ആയിരുന്നു. ബട്ട് ഇപ്പോൾ അവിടെ എല്ലാം ക്ലോസ് ആയി. സോ ഗൈസ് നമ്മൾ ഈ വണ്ടിയുടെ മെയിൻ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയുകയാണെങ്കിൽ 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് വരുന്നത്, 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ വണ്ടി കുറേ കൂടി റിഫൈൻഡ് ആയതിൻ്റെ പേരിൽ നമ്മുടെ ഫ്യൂൽ എക്കോണമി കുറേ കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. പേരിൽ നമ്മുടെ കമ്പനി ക്ലെയിം ചെയ്യുന്ന 23+ മൈലേജ് ആണ് ഈ വണ്ടി കമ്പനിയായിട്ട് ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും ഒരു യൂസർ എന്ന രീതിയിൽ നമുക്ക് എന്തായാലും ഒരു 20+ മൈലേജ് എന്തായാലും ഈ ഒരു വണ്ടിയിൽ കിട്ടും. കാരണം അത്രത്തോടെ റിഫൈൻഡ് ആണ് ഈ വണ്ടി. വൈബ്രേഷൻസ് ഒക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പഴയ വേരിയൻറ്റിനെ കാട്ടി കുറഞ്ഞിട്ടുണ്ട്. നല്ല വൈബ്രേഷൻസ് ഓൾമോസ്റ്റ് ഇല്ലാതായി എന്ന് വേണം തന്നെ പറയാൻ. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിളായി പുതിയൊരു വേരിയൻ്റ് ആയപ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ ഹണികോം ഗ്രില്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോം ഫിനിഷ് ഇവിടെ വരുന്നുണ്ട്. അകത്ത് നമുക്ക് അതുപോലെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പും പിന്നെ ഹിൽ കൺട്രോളും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ഹിൽ കൺട്രോൾ വരുന്നുള്ളൂ.
അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ എടുത്ത് പറയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ് കുറേ കൂടി കംഫർട്ടാണ്, അതായത് നമുക്ക് സൈഡിലൊക്കെ കുറേ കൂടി സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയാണ് നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് ഈ സ്വിഫ്റ്റിൽ എടുത്ത് പറയാനുള്ള നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ്. ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ നമ്മുടെ സ്വിഫ്റ്റിൽ ഇങ്ങനെ ആയിരുന്നു, ടോപ്പ് വേരിയൻറ്റ് സ്വിഫ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റിലുള്ളത്. ആൻഡ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസും അത് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡയറക്റ്റ് ഇതിനകത്ത് പറയുന്നില്ല. നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിൻ്റെ 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, അവർ ആ 2 ബ്രോയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. ഇപ്പോൾ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ് ടോപ്പ് വേരിയൻറ്റിന്. സോ നിങ്ങൾക്കൊരു ടെസ്റ്റ് റൈഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ടെസ്റ്റ് റൈഡ് റൈഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ആ കമൻറ്റ് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളി വീഡിയോസ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.